നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൂനിമേൽ കുരു കുരുവിമേൽ പരു എന്ന് പറയുന്ന അവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി കഴിഞ്ഞ ദിവസം കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതായത് ഒന്നാമതേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പരാതിക്കാരികൾ രംഗത്ത് വരുന്നു. അതിനിടയിൽ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പരാതി, ഒരു ആരോപണം കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ അതുപോലെ തന്നെ ഷാഫിക്കെതിരെയും ഉയർന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് സഹയാത്രികയും പ്രസാധകയുമായ MA ഷഹനാസ് രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം അക്ഷരാർത്ഥത്തിൽ ഇരു നേതാക്കന്മാരെയും വെട്ടിലാക്കിയിരുന്നു. രാഹുൽ തന്നോട് മോശമായി പെരുമാറിയെന്നും അന്ന് ഷാഫി ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നുമായിരുന്നു ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ. കർഷക സമരത്തിന് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചത്. ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നായിരുന്നു രാഹുലിന്റെ സന്ദേശം. യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരുമായി പോകാനായിരിക്കുമെന്നാണ് താൻ കരുതിയത്. അതുകൊണ്ട് തന്നെ ഓക്കെ പറഞ്ഞു. പിന്നീടാണ് അയാൾക്കൊപ്പം ഒറ്റയ്ക്ക് പോകാനാണ് ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലായത്. അതിനുള്ള മറുപടി അയാൾക്ക് കൊടുത്തുവെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഈ ഒരു കാര്യം താൻ ഷാഫി പറമ്പിലിനോട് പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിലിന്റെ മറുപടി തനിക്കൊരു പരിഹാസമായിട്ടാണ് തോന്നിയതെന്നും ഷഹനാസ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഈ ഒരു വെളിപ്പെടുത്തലുകളൊക്കെ വന്നതിന് പിന്നാലെ ഷഹനാസിനെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയിരിക്കുകയാണ്. അതായത് KPCC സാംസ്കാരിക സാഹിതിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഷഹനാസിനെ പുറത്താക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമായി പെരുമാറിയെന്നും ഷാഫിയോട് പരാതി പറഞ്ഞപ്പോൾ ഷാഫി പരിഹസിച്ചുവെന്ന ഷഹനാസിന്റെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലാണ് ഈ ഒരു KPCC സാംസ്കാരിക സാഹിതിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ഷഹനാസിനെ പുറത്താക്കുന്ന തീരുമാനത്തിലേക്ക് അവരെ നയിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് തന്നെ പുറത്താക്കിയതെന്ന് ഷഹനാസ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണിതെന്നും ഷഹനാസിന്റെ ആരോപണം. സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ പദവികൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂവെന്നും ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്നും ഷഹനാസ് പറഞ്ഞു. താൻ പറയുന്നത് കള്ളമാണെന്ന് ഷാഫി പറഞ്ഞാൽ തെളിവ് നിരത്തുമെന്നും ഷഹനാസ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിലാണ് ഷഹനാസിനെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള നീക്കം നടത്തിയിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിൽ അമ്മയുടെ പ്രായമുള്ള സ്ത്രീകൾക്ക് വരെ രാഹുലിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. രാഹുലിനെതിരെ പരാതി പറയാത്ത മുഴുവൻ സ്ത്രീകളുടെ മൗനത്തിനും ഷാഫി ഉത്തരം പറയണമെന്നാണ് ഷഹനാസിന്റെ വെല്ലുവിളി. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് എന്നീ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വ്യക്തമായ ധാരണയുള്ള ആൾ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും ഷഹനാസ് പറഞ്ഞു. സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രാഹുലിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കരുതെന്ന് ഷാഫിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഷാഫി നിരാകരിച്ചാൽ അതിനുള്ള തെളിവ് കാണിക്കാം. വ്യക്തിപരമായി അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനോട് ഇക്കാര്യം പറഞ്ഞതെന്നും ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ. ഷാഫി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി ഇരിക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി ഇല്ലായിരുന്നുവെന്നും ഷഹനാസ് പറഞ്ഞു. പുരുഷാധിപത്യം എല്ലായിടത്തുമുണ്ട്. രാഹുലിനെതിരെ ഷാഫിക്ക് പല പരാതികളും കിട്ടിയിരുന്നു. രാഹുലിനെ സംരക്ഷിച്ചിരുന്നത് ഷാഫിയാണെന്നും ഷഹനാസ് കൂട്ടിച്ചേർത്തു. അതേസമയം രാഹുലിനെതിരെ ഷാഫിക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നെന്ന് ഫേസ്ബുക്കിലൂടെ ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ കോൺഗ്രസിന് വീണ്ടും ഒരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ ഒരു പരാതി ഷാഫി പറമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. പക്ഷേ വേണ്ട രീതിയിലുള്ള നടപടി അന്നേ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു വലിയൊരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമായിരുന്നില്ല എന്നതടക്കമുള്ളൊരു കാര്യമാണ് ഷഹനാസ് പറഞ്ഞു വെക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച ആ പെണ്ണിനൊപ്പം മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് താൻ. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഇരകൾക്കൊപ്പമാണ് താനെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ കോൺഗ്രസിലെ ഒരുപാട് നേതാക്കന്മാർ തന്നെ ചോദ്യം ചെയ്തു. സഖാത്തിയായ സുഹൃത്തിനെ സംരക്ഷിക്കാനല്ലേ എന്ന് ചോദിച്ചു. തന്റെ പക്ഷം എന്നും സ്ത്രീപക്ഷം തന്നെയാണ്. അത് നിങ്ങൾ ചുറ്റിനും കൂടി നിന്ന് എന്നെ ആക്രമിച്ചാൽ പോലും അത് എന്നും സ്ത്രീപക്ഷം തന്നെയാണെന്നും ഷഹനാസ് പറഞ്ഞു. അതേസമയം 8ാം ദിവസം ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസാന ലൊക്കേഷൻ സുള്ളിയിലാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതോടെ കർണാടക കേരള അതിർത്തിയിൽ തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. MLA ഒളിവിൽ കഴിയാൻ തുടങ്ങിയിട്ട് ഇന്ന് 8ാം ദിനം. പോലീസിൽ ഇന്ന് വിവരം ചോരുന്നതായി അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. SIT നീക്കങ്ങൾ രഹസ്യമായിരിക്കണമെന്നാണ് ഉന്നതതല നിർദ്ദേശം. ഇന്നലെ വൈകിട്ടോടെ രാഹുൽ പിടിയിലാതായി അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും രാഹുലിനെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല എന്ന് പോലീസ് ഔദ്യോഗികമായി പറയുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2ാമത്തെ ബലാത്സംഗ കേസിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത FIRലെ വിവരങ്ങൾ പുറത്തുവന്നു. 2023 രാഹുൽ യുവതിയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും ക്രൂരപീഡനമാണ് നടത്തിയതെന്നുമാണ് FIRൽ പറയുന്നത്. യുവതിയുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു. ഇരയുടെ ടെലിഗ്രാം നമ്പർ വാങ്ങിയ ശേഷം വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയാണ് പരാതിക്കാരിയെ പീഡിപ്പിച്ചതെന്നും FIRൽ ഉണ്ട്. കർണാടകയിലുള്ള യുവതിയുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സുഹൃത്തിന്റെ സഹായത്തോടെയാണ് യുവതി KPCCക്ക് പരാതി നൽകിയത്. പരാതിക്കാരി മൊഴിയിൽ ഉറച്ചു നിന്നാൽ രാഹുലിന് കുരുക്ക് മുറുകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2ാമത്തെ ബലാത്സംഗ കേസിന്റെ
എഫ്ഐആർ പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിക്കും. രാഹുൽ സ്ത്രീകളെ നിരന്തരം ശല്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പ്രോസിക്യൂഷൻ വാദിക്കും. അതേസമയം രാഹുൽ മങ്കുടത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അല്പസമയത്തിനകം വിധി വരും. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ജാമ്യം നിഷേധിച്ചാൽ അറസ്റ്റിലേക്ക് നീങ്ങും. അറസ്റ്റ് ആയിരിക്കുമോ, രാഹുൽ സ്വയം കീഴടങ്ങുമോ? ചോദ്യം രണ്ടും ബാക്കിയായി നിൽക്കുകയാണ്. രാവിലെ തുടങ്ങിയ തുടർവാദത്തിന് ശേഷമാണ് വിധി പുറപ്പെടുവിക്കുക. ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെയാണ് രാഹുലിന് വൻ കുരുക്കായി രണ്ടാം കേസ് മാറുന്നത്. ബലാത്സംഗം എന്ന ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് 23-കാരിയുടെ വെളിപ്പെടുത്തലിൽ രണ്ടാം കേസും എടുത്തിരിക്കുന്നത്. ഇന്നലെ 1.5 മണിക്കൂറോളം അടച്ചിട്ട കോടതിയിൽ വാദം കേട്ടിരുന്നു. യുവതിയുടെ പരാതി പൂർണ്ണമായും വ്യാജമാണെന്നും CPM-ഉം BJP-യും തമ്മിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ചതാണെന്നുമാണ് രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. യുവതിയെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്നും പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധമാണ് ഉണ്ടായിരുന്നതെന്നും അവകാശപ്പെട്ട് തെളിവുകളും രാഹുൽ ഹാജരാക്കി. എന്നാൽ ബലാത്സംഗത്തിനും ഭ്രൂണഹത്യയ്ക്ക് നിർബന്ധിച്ചതിനും തെളിവുണ്ടെന്ന് വാദിച്ച പ്രോസിക്യൂഷൻ ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കി. ഇത് പരിശോധിച്ച ശേഷമാണ് കോടതി അധിക തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് ആവശ്യപ്പെട്ടത്. എന്തായാലും മണിക്കൂറുകൾ പോലും ബാക്കിയില്ല, നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്താണ് കോടതി വിധി എന്ന് അറിയാൻ. രാഹുലിന്റെ ഭാവി എന്താണ് എന്ന് അറിയാനും ഇനി നിമിഷങ്ങൾ മാത്രം ബാക്കി. കോടതി വിധി വന്നതിന് ശേഷം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ തീരുമാനമുണ്ടാകും. രാഹുലിനെ പുറത്താക്കുമോ ഇല്ലയോ എന്ന ചോദ്യവും ശക്തമാകുന്നുണ്ട്. അതിലും ഒരു തീരുമാനം കോടതി വിധി വന്നതിന് ശേഷം ഉണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.